ജന്മാദ്യസ്തേതൊന്നയാതിതരതച്ചാർത്തേഷ്വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തേക്ഷൂരയ തേജോ വാരിമൃതാം യഥാവിനിമയോ യത്രത്തി സർഗോംഷാധാന്യാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ചാനലായ നാദശ്രീയിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അതിലൊക്കെയാണ് ചാനലിൻ്റെ നിലനിൽപ്പ്. അതുകൊണ്ടാണ് പറയുന്നത്. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 19-ാം അധ്യായം ഹിരണ്യാക്ഷവധം 22-ാമത്തെ ശ്ലോകം. ഇല്ലാത്തതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് മായാപ്രയോഗങ്ങൾ ശരിയായ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ വളഞ്ഞ വഴി മായാപ്രയോഗം ഹിരണ്യാക്ഷൻ പ്രയോഗിച്ചു. ബഹുബിർ യക്ഷരക്ഷോഭി പത്യശ്ചരത കുഞ്ചരി. ആന, കുതിര, കാലാള മുതലായിരിക്കുന്ന ഒരുപാട് പടകളുണ്ട് എന്ന് തോന്നിക്കുക. പിന്നെയോ അസ്ഥി, രക്തം മുതലായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് വർഷിക്കുന്നുണ്ട് എന്ന് തോന്നിക്കുക. വല്ലാത്ത ദുർഗന്ധം ഉണ്ടാക്കുക. മലമൂത്രാദികൾ ഒക്കെ ആകാശത്തു നിന്ന് വിസർജിക്കുന്നതായിട്ട് തോന്നിപ്പിക്കുക. ഇപ്രകാരം മായാപ്രയോഗങ്ങൾ അവൻ ചെയ്തപ്പോൾ ഭഗവാൻ സുദർശനാസ്ത്രം ഭഗവാൻ പ്രായുക്ത ദൈതം ത്രിപാത്. സുദർശനം തൻ്റെ സുദർശന അസ്ത്രത്തെ പ്രയോഗിച്ചു. പ്രയോഗിച്ചു. സുദർശനാസ്ത്രം ത്രിപാത്ത് ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ തൻ്റെ ദിവ്യമായിട്ടുള്ള സുദർശനാസ്ത്രം പ്രയോഗിച്ചു. തഥാതിഥേ സമഭവ സഹസാകൃതിവേപതു പരംധ്യ ഭർത്തുരാദേശം തനാചാതൃക് പ്രശുശ്രുവേ. തഥാ അപ്പോൾ ഭർത്താവ് പറഞ്ഞതിനെ, ആദേശം പറഞ്ഞതിനെ സ്മരന്ത്യ ദിതേ ഓർത്തതായ ദിതിയുടെ ഹൃദി ഹൃദയത്തിൽ വ്യസനം സംഭവിച്ചു. തൻ്റെ പുത്രനാണല്ലോ എന്തൊക്കെയായാലും. അപ്പോൾ ആ പുത്രൻ ഭഗവാന്റെ ചക്രത്താൽ കൊല്ലപ്പെടാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചന അമ്മയായ ദിതിക്ക് കിട്ടി. അവൻ്റെ അമ്മ ദിതിയാണല്ലോ. പല സംഗതികളും പ്രപഞ്ചത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടത് കാരണം ചില സൂചനകൾ ചില കാര്യങ്ങളിൽ കിട്ടും. എല്ലായ്പ്പോഴും അത് കിട്ടിക്കോളണം എന്നില്ല. ഈ സഗുണങ്ങളും ദുശ്ശകുനങ്ങൾ ഉത്പാദം എന്ന് പറയും പൊതുവെ, അതൊക്കെ എപ്പോഴും 100% ശരിയല്ല. എന്നാൽ ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. പലതും ഒട്ടൊക്കില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെയും വിഷയം. ഇവിടെ അത് ഒത്തു. എന്തായാലും എന്തൊക്കെയാണ് കണ്ടത്? ഹൃദയത്തിലൊരു കമ്പനം. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ വിറയ്ക്കൽ, ഇടത് ഭാഗം പുരുഷന്മാർക്ക് വിറയ്ക്കുന്നത് മോശമാണെന്ന് പറയും. സ്ത്രീകൾക്ക് ഇടത് ഭാഗം തുടിക്കുന്നത് നല്ലതാണെന്ന് പറയും. ഇവിടെ ഹൃദയമാണ് മിടിച്ചത്. ഹൃദയാകാരനായിട്ട് മിടിക്കുക. രോഗം കൊണ്ടോ ഭയം കൊണ്ടോ ഒന്നുമല്ല, വെറുതെ ഇങ്ങനെ മിടിക്കുക. എന്നോടത്തുനിന്നാണ് മിടിക്കുക വെച്ചാലോ. അതാണ് വേപതു, ഹൃദയം. ഹൃദയത്തിൽ വേപതു കമ്പനം ഉണ്ടാവുക. സ്തനത്തിൽ നിന്ന് രക്തം വരിക. വളരെ അപകടം പിടിച്ച കാര്യമാണ്. രോഗം കൊണ്ടൊന്നുമല്ല കേട്ടോ, രോഗമൊന്നും ഉണ്ടായിട്ടല്ല. സ്തനാത്ത് അസൃക്ക് എന്ന് പറഞ്ഞാൽ രക്തം. സ്തനാത്ത് അസൃക്ക് പ്രശുശ്രുവേ, രക്തം പൊടിയ. പ്രകാരം ദുർനിമിത്തങ്ങൾ അസുര മാതാവായിരിക്കുന്ന ദിതിക്ക് കാണപ്പെട്ടു എന്ന് പറയണം. തഥാ പ്ലസ് അതിഥേ സമഭവ സഹസാ ഹൃദി വേപതു സ്മരന്ത്യ ഭർത്തുരാദേശം. ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇവൻ കൊല്ലപ്പെടും ഭഗവാനാൽ. അത് ഓർത്തു. എന്നിട്ടോ സ്തനാച്ച ആസൃക് പ്രശുശ്രുവേ, രക്തം വന്നു സ്തനത്തിൽ നിന്ന്. വിനഷ്ടാസു സ്വമായാസു ഭൂയച്ചാമൃത്യകേശവം ഋഷോപഗൂഹമായ മാനോമും ദൃശേയ വസ്തിദം ബഹി സ്വമായയാ ആസു. താൻ പ്രയോഗിച്ച മായകൾ, സ്വമായാസു മായകൾ, വിനഷ്ടാസു ഒക്കെ വെറുതെയായി. എല്ലാം
വ്യർത്ഥമായി വിനഷ്ടാസു എന്ന് കണ്ടപ്പോൾ ഭൂയം ആപ്രജ്യ പിന്നെയും ഭഗവാന്റെ നേരെ ആക്രമിച്ചു. രുഷ ഉപഗൂഹമാന കോപത്തോടെ മാറോട് ചേർക്കുക. രണ്ട് തരത്തിലുണ്ടല്ലേ മാറോട് ചേർക്കൽ. സ്നേഹത്തോടു കൂടി കുചേലനെ ഭഗവാൻ ആലിംഗനം ചെയ്തു. ദേഷ്യം വന്നാലും ഉണ്ട്. അത്ര ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയും. ധൃതരാഷ്ട്രൻ ഭീമനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാലിംഗനം ഉണ്ടായി. എതിരാളിയുടെ ഇരട്ടി ശക്തി തനിക്കിട്ട് ഭീമൻ പൊടിഞ്ഞു പോകണം എന്നാണ് ഉദ്ദേശം. ഭീമൻ ആകെ തകർന്ന് തരിപ്പണാവാൻ വേണ്ടിയിട്ട് ഒരാലിംഗനം. അപ്പോൾ ഈ ആലിംഗനം ദേഷ്യം വന്നാലും അവനെ നശിപ്പിക്കാനും ശ്വാസം മുട്ടിക്കാനും ആവാം. ഇവിടെ അങ്ങനെയാണ് ഉണ്ടായത്. ഉപഗൂഹമാനം കയ്യിലിങ്ങോട്ട് പിടിച്ച് ഞെരിച്ച് ഭഗവാനെ ഉപദ്രവിച്ചു. അമും ഈ ഭഗവാനെ ബഹി അവസ്ഥിത എന്നിട്ട് അതിൽ പെടാതെ ഭഗവാൻ വഴുതി മാറുന്നത് കണ്ടു. കുതറി മാറി എല്ലായിടവും. ഭഗവാൻ അറിയാലോ, വിനട്ടാസു സ്വമായാസു മായയെല്ലാം പൊളിഞ്ഞപ്പോൾ വ്യർത്ഥമായപ്പോൾ ഭൂയ ചാപ്രജ്യ കേശവം ഭഗവാനെ ആലിംഗനം ചെയ്തു. അതൊരു വല്ല ഭാഗ്യമാണ്. അതിനുള്ള ദുഷ്ടബുദ്ധിയാണെങ്കിലും ഭാഗ്യം കിട്ടിയല്ലോ, നമുക്ക് കിട്ടണില്ലല്ലോ. ഋഷോപഗൂഹമാനവും ഉപഗൂഹമാന ആലിംഗനം ചെയ്യുക, കയ്യിലിങ്ങോട്ട് കെട്ടിങ്ങോട്ട് പിടിക്കുക തന്നെ. ദൃശേ വർത്തിതം ബഹി ഭഗവാൻ പുറത്താണ് കാണപ്പെട്ടത്. അതിലും വലിയ മായക്കാരനാണ് ഭഗവാൻ. മായിനാമഭിമായിനിയാണ്. തം മുട്ടിവർ വിനിഗ്നന്ദം വച്ചസാരേരതോക്ഷചക്കരേണ കർണമൂലേഹൻ യഥാ എന്നാണ്. കർണമൂലേഹന്യഥാ മൂലേ ആഹൻ അഹൻ അട്ടിച്ചിട്ട് യഥാ ത്വാഷ്ട്രം മരുത്പതി വൃത്രാസുരനെ ഇന്ദ്രൻ എന്ന പോലെ ഉപമയാണ്. ഭഗവാൻ എന്ത് ചെയ്തു? ചെവിക്കുറ്റി നോക്കിയിട്ട് അങ്ങോട്ട് പൊട്ടിച്ചു. കരേണ കർണമൂലേ, കർണമൂലം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം. അഹൻ എങ്ങനെയാ? യഥാ ത്വാഷ്ട്രം മരുത്പതി. ത്വാഷ്ട്രം എന്ന് പറഞ്ഞാൽ വൃത്രാസുരൻ, ദഷ്ടാവിൻ്റെ പുത്രൻ ത്വാഷ്ട്രൻ. അവനെ ഭഗവാൻ ഇപ്രകാരം ആക്രമിച്ച് കീഴടക്കിയോ, വധിച്ചു, അതുപോലെ അട്ടിച്ചു. സാഹതോ വിശ്വജിതാഖ്യവജ്ഞയ പരിഭ്രമദ്ഗാത്ര ഉദർത്തലോചന വിശീർണബാഹു അംഗ്രിശിരോരുഹോ അപതൻ യഥാ നഗേന്ദ്രോ ലുളിതോ നപസ്വത. വിശ്വജിത ജയിച്ചവനാൽ, ലോകങ്ങളെ ജയിച്ചിട്ടുള്ള ഭഗവാൻ. വിശ്വജിത്ത് ഭഗവാൻ, ഭഗവാനാൽ ലോകത്തെ ജയിച്ചവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഭഗവാനാൽ അവജ്ഞേയ ആഹത ഇങ്ങനെ അടിക്കപ്പെട്ട അവൻ പരിഭ്രമത് ഗാത്ര ചുറ്റിത്തിരിഞ്ഞ ശരീരം കറങ്ങി അങ്ങോട്ട് അടിയിൽ കിട്ടിയപ്പോൾ കറങ്ങുക. തിരി അങ്ങോട്ട് ഒറ്റ അടിയിൽ കിട്ടിയപ്പോൾ തിരിഞ്ഞാട്ടിച്ച് തിരിപ്പിക്കുക എന്ന് പറയും നമ്മൾ. ദേഷ്യം വന്നിട്ട് അവനെ ആട്ടിച്ചാണ്ട് തിരിപ്പിക്കുക വേണ്ട. അതിവിടെ സംഭവിച്ചു. ആ അടിച്ചത് കിട്ടുക അവൻ കിടന്നിട്ടാണ് തിരിഞ്ഞുമാണ്. ഉദത്തലോചന കണ്ണൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് അടിയ മാതിരി അടിയ ചില്ലറ അടിയൊന്നുമല്ല ഭഗവാൻ. പൊന്നീച്ച പാറിന അടിയെന്നൊക്കെ നമ്മൾ ഒരു ആജാതി അടിയിൽ കണ്ണൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് തീർച്ചയാടി. ഉദത്തലോചന ഇഷ്മിഷീർണബാഹു അംഗ്രിശിരോഹത ശിരോരുഹ ചിന്നിച്ചെതറിക്കാൽ മുടികളോട് കൂടിയിട്ട് കൈകാല് മുടി മുതലായിട്ടതൊക്കെ അങ്ങോട്ട് ചിന്നി ചെതറി. നപസ്വത കാറ്റിനാൽ പുഴങ്ങി വീണ മരത്തിനെ പോലെ വീണു. നപസ്വത കാറ്റിനാൽ ലുളിത പുഴങ്ങി വീണ. ലുളിത എന്ന് പറഞ്ഞാൽ പുഴങ്ങി വീഴ്ത്തപ്പെട്ട മരം എന്ന പോലെ. നഗേന്ദ്ര വൻമരം എന്ന പോലെ അവൻ നിലംപതിച്ചു, ചത്തു. ഒറ്റ അടിയിൽ ഭഗവാൻ കാര്യം കഴിച്ചു. സ ആഹതോ വിശ്വജിത ഭഗവാൻ ലോകത്തെ ജയിച്ച ആളെ പിന്നെ വേണ്ട ഒരു അസുരനെ. വിശ്വജിതാക്കി അവജ്ഞയ ഇടകള്ളന്ന് എന്നെ ഇന്നിപ്പം ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ ഒരൊറ്റടി. കരേണ കർണമൂലേഹൻ കർണമൂലത്തിൽ കൊട്ടുത്തു അടി. നേരത്തെ പറഞ്ഞല്ലോ യഥാത്വാഷ്ട്രം മരുത്പതി അതിനെ പിടിയും. പരിഭ്രമത് ഗാത്ര ഉദസ്ഥലോചന അടി കിട്ടിയപ്പോൾ
കണ്ണിങ്ങോട്ട് പുറത്തേക്ക് തള്ളി അങ്ങോട്ട് തിരിഞ്ഞു അവൻ. ബഷീർണ ബാഹുവങ്ക്രിശിരു ഒരു ഹോ. അപ്പോൾ കൈകാലുകളൊക്കെ പരത്തി തലമുടിയും പരത്തി അവൻ മരം വീഴുന്ന പോലെ വീണു. അവൻ്റെ കഥയും കഴിഞ്ഞു. ക്ഷിതോശയാനം തമകുണ്ഠവർച്ചസം കരാളദംഷ്ടം പരിദഷ്ടതച്ഛതം അജാതയോ വീക്ഷ ശംസുരാഗത അഹോ ഇമാം കോനുലഭേദ സംസ്ഥിതി. ഭൂമിയിൽ വീണതായിട്ടുള്ള അവനെ ബ്രഹ്മാദിദേവന്മാർ പ്രശംസിച്ചു. കാരണം ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കണമെങ്കിലും ഭാഗ്യമുള്ളവർക്കല്ലേ അത് തരാവുള്ളൂ. മുക്തിയാണ് പിന്നെ കിട്ടുക. ഉയർച്ചയില്ലാണ്ട് അതുകൊണ്ട് ഒരിക്കലും അതപ്പതനം ഉണ്ടാവില്ല. അതാണ് ക്ഷിതൗശയാനം, ഭൂമിയിൽ കിടക്കുന്ന, കരാളദംഷ്ട്രം, ദംഷ്ട്രയോടുകൂടിയ, പരിദഷ്ടതച്ഛതം, കട്ടിച്ച ചുണ്ടോടുകൂടി, അകുണ്ഠവർച്ചസം, ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയ, തം അവനെ, ആഗത അജാതയ വന്നു ചേർന്ന ബ്രഹ്മാദി ദേവന്മാർ, വീക്ഷ്യ കണ്ടിട്ട്, വീണ് കിടക്കുന്നതായിട്ടുള്ള അവനെ കണ്ടിട്ട്, അഹോ ഭാഗ്യം എന്ന് പ്രകാരം പറയണം. അഹോ ഇമാം സംസ്ഥിതി, ഇവൻ്റെ ഈ മരണം ഭാഗ്യം തന്നെ, ഭാഗ്യം തന്നെ എന്ന് പ്രശംസിച്ചു. ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ അവന് ലഭിച്ച ഭാഗ്യത്തെ അവരെല്ലാം പ്രശംസിച്ചു. ക്ഷിതൗശയാനം തമകുണ്ഠവർച്ചസം, തേജസ്സൊക്കെ നഷ്ടപ്പെട്ട്, ജ്വലിക്കുന്ന തേജസ് ഉണ്ടാനിട്ടൊന്നാലും, കരാളദംഷ്ട്രം പരിദട്ടതച്ഛതം അകുണ്ഠവർച്ചസം, ഊക്ക് പോയിട്ടില്ല മുഖത്ത് തേജസ്. അജാതയോ വീക്ഷ ശംസുരാഗത, അവിടെ വന്നു ചേർന്ന ബ്രഹ്മാദേവന്മാരെല്ലാം അവനെ പ്രശംസിച്ചു. അഹോ ഇമാം കോനു ലഭേദ സംസ്ഥിതി, ആർക്കാണ് ഇത്തരം ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസിച്ചു. യം യോഗിനോ യോഗസമാധിന അഹോ ധ്യായന്തി ലിംഗാത സദോ മുമുക്ഷയാ തസ്യേഷ ദൈത്യർഷഭപ്പദാഹതോ മുഖം പ്രപശ്യത്തനും ഉത്സസർച്ച. ശരീരത്തെ ഉപേക്ഷിച്ചു, തനു ശരീരം, ശരീരത്തെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വല്ല അത്ഭുതമുണ്ടോ? എത്രയോ ആൾക്കാർ മരിക്കുന്നു ശരീരത്തെ ഉപേക്ഷിച്ചു. അങ്ങനെയല്ല. എങ്ങനെ ഉപേക്ഷിച്ചു? ഇവിടെ പറയുകയാണ് ആസത ലിംഗാത്. സർവ പ്രശ്നം ഉണ്ടാക്കി തീർക്കുന്നത് ഈ ലിംഗം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഇവിടെ ലിംഗശരീരം, ഒരാൾക്ക് 3 ശരീരം ഉണ്ടെന്നാണ്. 3 ശരീരം, നമ്മളൊരു ശരീരമല്ലേ കാണുന്നുള്ളൂ. കാണുന്നതൊരു ശരീരമേ ഉള്ളൂ. അത് ഈ ഊണ് കഴിച്ചുണ്ടാക്കണ ശരീരമേ നമ്മൾ കാണുന്നുള്ളൂ. ഉണയിച്ച് വളരുന്ന കൈയും കാലുള്ള ശരീരേ, അതല്ലാത്ത ശരീരമാണ് ഇത് ആത്മാവ്. ഇതിനെ കാരണശരീരം എന്ന ആത്മീയ ഭാഷയിൽ പറയും. ഇനി ഇടയിൽ ഉള്ളതാണ് മനസ്സ്, അതും ഒരു ശരീരം അത്രേ, ലിംഗശരീരം. അവനാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നാണ് മനസ്സ്. സംസാര ദുഃഖം ഉണ്ടാവുന്നത് മുഴുവൻ മനസ്സിലാണ്, ശരീരത്തിൽ അല്ല. വേദനയും ശരീരത്തില്ല. കാരണം എങ്ങനെ കീറിയാലും മുറിച്ചാലും ഓപ്പറേഷൻ ചെയ്യണ സമയത്ത് നമുക്ക് വേദനിക്കാത്തത് എന്താ? ബോധം കെടുത്തുണ്ട്. ബോധം കെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിനെ ഇല്ലാണ്ടാക്കി നിശ്ചലാക്കുക താൽക്കാലികമായിട്ട്. അപ്പോൾ വേദന ശരീരത്തിലാണെങ്കിൽ എപ്പോഴും വേദനിക്കണ്ടേ? മനസ്സുറങ്ങിയപ്പോൾ വേദന ഇല്ല. മനസ്സ് വന്നപ്പോഴോ ബോധം വന്നതാ അവിടെ വേദനിക്കുന്നുണ്ട്, അവിടെ വേദനിക്കുന്നുണ്ട്. അത് ശരീരത്തിലല്ല വേദന, ആത്മാവിലും അല്ല വേദന. പിന്നെ എവിടെ വേദന? മനസ്സ് എന്ന പ്രതിഭാസത്തിലാണ് വേദന. അപ്പോൾ പണ്ടുള്ളവർ എത്ര സൂക്ഷ്മമായിട്ട് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശകലനം ചെയ്തിട്ടുണ്ട്, ആലോചിച്ച് നോക്കും. മോഡേൺ സയൻസ് പോലും ഇത്രയ്ക്ക് എത്തിയിട്ടില്ല. 3 ശരീരമാക്കിയിട്ട് ഒരാളെ വിഭജിക്കാം. അതിലത്തെ മനസ്സാണ് എല്ലാ വേദനകളും സംസാര ദുഃഖങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ സംസാര ദുഃഖം ഇല്ലാണ്ടേക്കാൻ എന്താ വേണ്ടത്? ഉത്തരം വളരെ വ്യക്തം. മനസ്സിനെ ഇല്ലാണ്ടാക്കണം. അതെങ്ങനെ ഇല്ലാണ്ടേക്കുക? ഇല്ലാണ്ടാക്കണ്ട, ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി. നമ്മളുള്ളതിനെ ഇല്ലാണ്ടേക്കുക. ഇല്ലാത്തതിനെ ഇല്ലാണ്ടാക്കുമോ? ഒരാൾക്ക് രോഗമില്ല, അതിനെ മാറ്റണോ? രോഗം തന്നെ ഇല്ലെങ്കിൽ ഉള്ള രോഗത്തെ മാറ്റുക. അതേപോലെ മനസ്സെന്നൊന്നില്ല. നമ്മളെന്താ ചെയ്യണം? ഉണ്ടാക്കി ദുഃഖിക്കുക. അത് വലിയ പ്രശ്നമാണ്.
ആ അഭ്യാസാണ്ട് ഉപേക്ഷിച്ചാലോ നമുക്ക് ദുഃഖമില്ല എന്നാണ് വലിയൊരു കണ്ടുപിടുത്തം. അതിനെന്താ മാർഗം? അതിന് ധ്യാനം, മെഡിറ്റേഷൻ, ഈശ്വരചിന്ത, ആത്മീയചിന്ത, ഇതന്നെ വഴിയുള്ളൂ. ഗുളിക കഴിച്ചിട്ടോ മരുന്ന് കഴിച്ചിട്ടോ വ്യായാമം ഒന്നും മനസ്സില്ലാണ്ടാവില്ല. അപ്പം ഇത് വലിയൊരു കണ്ടുപിടുത്തമാണ്. നമ്മുടെ മനസ്സ് അതിനെ ഇല്ലാണ്ടേക്കുക. അതുകൊണ്ടാണ് മനസ്സമാധാനം എന്നൊന്നില്ല ഈ ലോകത്തിൽ. കാരണം മനസ്സുണ്ടോ സമാധാനമില്ല, സമാധാനം ഉണ്ടോ അവിടെ മനസ്സുമില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോവില്ല. എവിടെ സമാധാനം ഉണ്ടോ അവിടെ മനസ്സില്ല, എവിടെ മനസ്സുണ്ടോ അവിടെയും സമാധാനം. ഇതിനെയൊക്കെ പറയണ ഈ ലിംഗാത് എന്നപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം അതിൽ നിന്ന് അവൻ മോചിതനായി. മനസ്സിൽ നിന്ന് മോചിതനായാലോ ശരിക്കും രക്ഷയായി. പിന്നെ അവന് ദുഃഖമില്ല. ഇതിനാണ് പഠിക്കേണ്ടത്. പിന്നെ ബാക്കിയൊക്കെ എളുപ്പമായി ഈ സംസാരത്തിൽ. ഇതില്ലെങ്കിലോ വേറെ എന്തൊക്കെയായാലും നമുക്ക് സ്വസ്ഥത കിട്ടില്ല. അപ്പം ധ്യായന്തി ലിംഗാതസതോ മുമുക്ഷയ, മുഴുക്കൾ എത്രമാത്രം ധ്യാനിച്ച് ബുദ്ധിമുട്ടി ആണ് ഈ മനസ്സെന്ന പ്രതിഭാസത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഉള്ളിടത്തോളം അത് പറഞ്ഞാൽ കേൾക്കില്ല. നമ്മളിപ്പോൾ ഒരാൾ എത്ര നേരെയില്ലെങ്കിലും ദുഷ്ടനെന്താ അങ്ങോട്ട് തീർത്തളയിടോ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ ചില പറയലുണ്ട്, അങ്ങോട്ട് കാച്ചി വിടുക, അവൻ നേരെയാവില്ലെങ്കിൽ ഇനി അതേ വഴിയുള്ളൂ. സുരന്മാരിയൊക്കെ അതേ വഴിയുള്ളൂ, നേരെയാക്കാൻ പറ്റും. അതുപോലെ ഈ മനസ്സുണ്ടല്ലോ ഒരിക്കലും നേരെയാവില്ല, മെനക്കടണ്ട. അപ്പം എന്താ ചെയ്യുക? അങ്ങോട്ട് തീർക്കുക, മനസ്സിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. പിന്നെ അതിൻ്റെ അല്ലല്ലോ. അതെങ്ങനെയാണ്? ധ്യാനം, മെഡിറ്റേഷൻ, ഈശ്വരചിന്ത, ആത്മീയചിന്ത, ഇതിനല്ലേ ഈ ഭാഗവതാദി പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഉപനിഷത്ത്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നും നമുക്കതിലേക്ക് ശ്രദ്ധ വരുന്നില്ല. മനസ്സ് കീഴടക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യുക? കീഴടക്കിക്കോട്ടെ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ കുറച്ചിതാ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ആ വിദ്യയിലേക്ക് ക്രമേണ എത്താൻ പറ്റും, പെട്ടെന്നൊന്നും പറ്റില്ല. അതുകൊണ്ട് ധ്യായന്തി ലിംഗാതസതോ മുമുക്ഷയ, എത്രയോ ധ്യാനിച്ച യോഗികൾ എത്തിച്ചേരുന്ന മനസ്സില്ലാത്ത അവസ്ഥയിലേക്ക് ഇവൻ ഭഗവത് ചേർച്ച കൊണ്ട് വളരെ വേഗം എത്തിച്ചേർന്നു. അതാണ് ഭാഗ്യം. ഓരോരുത്തർ എങ്ങനെയൊക്കെ എത്തിച്ചേരുക നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വാചകം 2 സ്ഥലത്ത് നാരായണീയത്തിന് മേപ്പത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഈ പൗണ്ഡ്രകവധത്തിൻ്റെ അവിടെ എത്തിയ ഇവൻ ഗോമാളി വേഷം കെട്ടിയിട്ട് മുക്തി നേടിയവനാ പൗണ്ഡ്രകൻ. ഞാനാണ് ഈശ്വരൻ. കംസവധത്തിലുണ്ട്. രചകനെ കൊന്നപ്പോഴൊറ്റയാണ് അവനങ്ങനെ മോക്ഷം കിട്ടിയേ. ഭഗവാനെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു. ഈ പശുവിനെ മേച്ച് നടക്കുന്നവനാണോ രാജാവിൻ്റെ വസ്ത്രം വേണ്ടത് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. ഭഗവാൻ അവനെ വധിച്ചു, അവനും കിട്ടി മോക്ഷം. അപ്പോൾ കുറേ ധ്യാനം, കുറേ അറിവ്, കുറേ ജ്ഞാനം, കുറേ കുലമഹിമ, ഇതൊക്കെ ഉണ്ടായതുകൊണ്ടൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന് ഉറപ്പിക്കേണ്ട. ഇതൊക്കെ ഇല്ലാത്തവർക്കും ചിലപ്പോൾ കിട്ടി കാണാം. ഭഗവാനെ, ഗുരുവായൂരപ്പ, ഓരോരുത്തരുടെ സുഹൃതം ഇന്ന വഴിക്ക് എന്ന് എങ്ങനെ പറയാൻ പറ്റുക? അതങ്ങനെ നിശ്ചയിക്കണം. ഇവിടെ ഇവന് ആ മോക്ഷം കിട്ടിയില്ലോ എന്തായാലും. തറ പണിപ്പെട്ടിട്ട് ഓരോരുത്തർക്ക് കിട്ടണം. ഇവന് ഭഗവാനെ എതിർത്തിട്ടാണ് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ. തശേഷ ദൈത്യ ഋഷഭപദാഹതോ, ആ ദൈത്യശ്രേഷ്ഠൻ, അസുരശ്രേഷ്ഠൻ ഭഗവാന്റെ കാലുകൊണ്ട് അടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുൻകാലുകൾ കൈയാണിട്ടാണ് പറയുക. പന്നിയാണല്ലോ, ഭഗവാൻ വരാഹസ്വരൂപമാണ്. അവിടെ പദാഹതോ എന്ന് പറഞ്ഞാലും ശരിയാണ്, കരാഹതോ എന്ന് പറഞ്ഞാലും ശരിയാണ്. പാഠം പദാഹത എന്നാണ്. മുൻകാലുകൾ കൈകളാണ്. മുഖം പ്രപശ്യ തനു മുത്സസർജ, ഭഗവാന്റെ മുഖം കണ്ടിട്ടേ എന്തൊരു ഭാഗ്യാലോചിക്കുക. ഭീഷ്മരോ മഹായോഗികൾക്കൊക്കെ സാധിക്കണ ഭാഗ്യമാണ് അസുരനായിട്ടും ഇവന് ലഭിച്ചത്. മുഖം പ്രപശ്യൻ, ശംഖചക്ര ഗദാപത്മാദികളൊക്കെ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവണം. ഭഗവാന്റെ മുഖവും കണ്ട് അവൻ ശരീരത്തെ ഉപേക്ഷിച്ചു. എല്ലാവരും അസുരനെ പ്രകീർത്തിച്ചു. ഏതോ തോ പാർഷദാവസ്യാവാത്യാദാവസദ്ഗതി പുനഃകതിപയേ സ്ഥാനം പ്രപത്യേ ദേഹജന്മഭി. അപ്പോൾ ഇങ്ങനെ ശാപം കൊണ്ട് അസുരജന്മം കിട്ടിയതായിരിക്കുന്ന ഇവൻ 3 ജന്മങ്ങളെ കൊണ്ടാണ് വീണ്ടും ഇവിടെ വരാൻ പോണത്. ഹിരണ്യാക്ഷനും ഹിരണ്യേശിവും ഒരു ജന്മം, രാവണനും കുംഭകർണനും ഒരു ജന്മം, ശിശുപാലനും ദന്തഭക്തനുമായിട്ട് 3-ാം ജന്മം. അതാണ് ഇവിടെ അസ്യ ഇവൻ്റെ തൗ പാർഷദൗ ഏതൗ, വൈകുണ്ഠത്തിലത്തെ സേവകരായ പാർഷദൗ
ആയ ഇവർ ശാപാത് അസദ്ഗതിം യാദൗ, സനകാദികളുടെ ശാപം കൊണ്ട് അസുരതയെ പ്രാപിച്ചവരായിട്ട് കതിപയൈ ജന്മഭി, മറ്റ് ജന്മങ്ങളെ കൊണ്ട്, വീണ്ടും ജന്മം എടുക്കണം, പെട്ടെന്ന് മുക്തി കിട്ടില്ല, 3 ജന്മെങ്കിലും എടുക്കുന്നതാണ് ഭഗവാൻ അനുഗ്രഹം കൊടുത്തത്. അല്ലെങ്കിൽ അനവധി ജന്മം വേണ്ടി വരും. ശത്രുഭാവത്തിലാവുമ്പോഴോ 3 ജന്മം മതി. കുറച്ചു പുനഃ സ്ഥാനം പ്രാപ്സ്യതേ, ഏത് സ്ഥലത്തു നിന്നാണോ വന്നത് വൈകുണ്ഠത്ത് നിന്ന് അവിടേക്ക് വീണ്ടും പ്രാപിക്കും. ഏതൗത്തോ പാർഷദാവസ്യ, ജയവിജയന്മാരായിരിക്കുന്ന പാർഷദന്മാർ ശാപാത് യാതാത് അസദ്ഗതിം, അസുരജന്മത്തെ പ്രാപിച്ചു. ഇനിയും 2 ജന്മം എടുക്കാണ്ട് 1 കഴിഞ്ഞു, അവിടെ തന്നെ തിരിച്ചെത്തുന്നതിന് നിശ്ചയം. ഭഗവാൻ അങ്ങനെയാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. പുനഃകതിപൈ സ്ഥാനം പ്രപത്സ്യേദേഹ ജന്മഭി, ഇതര ജന്മങ്ങളെ കൊണ്ട്, ഏദേഹ ഇതര ജന്മങ്ങളെ കൊണ്ട് അവിടെ തന്നെ എത്തും. ദേവാ ഊരു നമോ നമത്തേ കില യജ്ഞതന്തവേ തിദോഗ്രഹീതാമലതത്വമൂർത്തയെ ദിഷ്ട്യാഗതോയം ജഗദാമരുന്തുത ത്വത്പാദഭക്ത്യാ വയമീശ നിർവൃത. ഭഗവാനെ, കർമ്മബലം കൊണ്ട് ഇവൻ ഇത്തരം ഒരു മരണം ഉണ്ടായി, എങ്കിലും അങ്ങയുടെ പാദഭക്തി കൊണ്ട്, വിദ്വേഷഭക്തി കൊണ്ട് ഇവർ ധന്യരായി എന്ന സംഗതിയെ പറയുകയാണ്. അഖില യജ്ഞതന്തവേ, സർവയജ്ഞസ്വരൂപിയായ ഭഗവാനെ വിളിക്കുകയാണ്. തൗ ലോകരക്ഷാകാര്യത്തിൽ ഗൃഹീതാമലസത്വമൂർത്തയെ, സ്വീകരിക്കപ്പെട്ട നിർമ്മല സത്വമൂർത്തിയായ, ലോകരക്ഷാകാര്യത്തിനായിക്കൊണ്ട് വരാഹസ്വരൂപത്തെ സ്വീകരിച്ച അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. മൈത്രേയർ ദേവന്മാർ പറഞ്ഞു എന്നാണ്. ദേവന്മാർ പറഞ്ഞു, അത് മൈത്രേയർ ആഖ്യാനം ചെയ്ത് വിതുരനോട് പറയണു. സംഭവം ഉണ്ടായപ്പോൾ ദേവന്മാർ യജ്ഞസ്വരൂപിയായിട്ടുള്ള ഭഗവാന് ഞങ്ങളുടെ വിനീതമായിട്ടുള്ള നമസ്കാരം, നമോ നമ എന്ന് ആകാശത്തുനിന്ന് വാഴ്ത്തി സ്തുതിച്ചു പ്രവൃത്തിയൊക്കെ ഉണ്ടായി. ഇവിടെ ജഗതാമരുന്തുത, ലോകങ്ങളുടെ മർമ്മത്തെ പിളർക്കുന്നവനായ ഹിരണ്യാക്ഷൻ ദുഷ്ടൻ, എന്തൊക്കെ ദ്രോഹം അവൻ ഉള്ള ആയുസ്സിൽ ചെയ്തിരിക്കണു. എന്നിട്ടോ ഇവിടെ ഹനിക്കപ്പെട്ടു. ദിഷ്ട്യാഹത, അവന് മരണം സംഭവിച്ചു. വളരെ നന്നായി, ലോകത്തിൽ നന്മ ഉണ്ടായി. എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നം ഭഗവാൻ തീർത്തു എന്നർത്ഥം. ദിഷ്ട്യാഹതോയം ജഗതാമരുന്തുത, അരുന്തുത തടുക്കാൻ കഴിയാത്ത ദോഷം ചെയ്യുന്നവൻ, ലോകത്തെ പിളർക്കുക എന്നാണ് ഈ അരുന്തുത വാക്കിൻ്റെ അടുത്ത്. പിളർക്കുക, ശരിക്കും പറയാച്ച ലോകത്തെ കീഴ്മേൽ മറിക്കുക. അങ്ങനത്തെ ഇവൻ ത്വത്പാദഭക്ത്യ, അങ്ങയുടെ ഭക്തി കൊണ്ട് സുഖത്തെ ലഭിച്ചു. ഭക്തി ഏത് വിധായാലും അതിൻ്റെ ഫലം മുക്തിയാണ്, അല്ലെങ്കിൽ സന്തോഷമാണ്, ആനന്ദമാണ്. അത് ലഭിച്ചു എന്ന് പറഞ്ഞ് ദേവന്മാർ സ്തുതിച്ചു. മൈത്രേയ ഉവാച ഏവം ഹിരണ്യാക്ഷമസഹ്യ വിക്രമം സദാദയിത്വാ ഹരിരാതിസൂകര ജഗാമ ലോകം സമഖണ്ഡിതോത്സവം സമീരിത പുഷ്കരവിഷ്ടരാതിപി. നീ പറയുകയാണ്, ഈ കഥ ബ്രഹ്മാദിദേവന്മാരാൽ സ്മരിക്കപ്പെടുന്നു. ഭഗവാനാവട്ടെ അവരാൽ സ്തുതിക്കപ്പെടുന്നു എപ്പോഴും. അങ്ങനെ സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള സമയത്തെ ഇവർ വൈകുണ്ഠലോകത്തെ പ്രാപിക്കുകയും ചെയ്തു. ഭഗവാൻ തൻ്റെ നിത്യാനന്ദ മഹോത്സവമായിരിക്കുന്ന വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്തു എന്ന സംഗതി പറയുന്നു. ഏവം, ഇപ്രകാരം അസഖ്യവിക്രമം, പരാക്രമിയായ, സഹിക്കാൻ പറ്റാത്ത വിക്രമത്തോടു കൂടിയ ഹിരണ്യാക്ഷനെ ആദിസൂകര ഹരി, വരാഹസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ സാദയിത്വ ഹനിച്ചിട്ട് പുഷ്കരവിഷ്ടരാതിപി ബ്രഹ്മാവിനാൽ തുതിക്കപ്പെടുകയും തുടർന്ന്
വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു. ഏവം ഹിരണ്യാക്ഷം അസഹ്യവിക്രമം സാധയിത്വ സാ ഹിരണ്യാക്ഷ സാധയിത്വ. ആ ഹിരണ്യാക്ഷനെ വധിച്ചിട്ട് ആദിസൂകരനായിരിക്കുന്ന ഹരി, ആദിസൂകര ഹരി അഖണ്ഡിതോത്സവൻ ലോകം ജഗാമ, സന്തോഷപ്രദമായിട്ട് തൻ്റെ ലോകത്തിലേക്ക് പോയി. എങ്ങനെയാ? ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടിട്ട്, ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടത്. പുഷ്കരവിഷ്ടരാദേവി, പുഷ്കരവിഷ്ടൻ ബ്രഹ്മാവ്, ബാക്കി ദേവന്മാരും ഉണ്ടല്ലോ, അവരാൽ സമീഡിത സ്തുതിക്കപ്പെട്ടവനായിട്ട്. മയാ യഥാനുക്തമവാദിതേ ഹരേ കൃതാവതാരസ്യ സുമിത്രചേഷ്ടിതം. ഹേ സുമിത്ര, സജ്ജനമേ എന്ന് വിളിക്കണു വിതുരനെ. വത്സാതാത, ഇങ്ങനെ ഞാൻ പറഞ്ഞു. ഹിരണ്യാക്ഷൻ്റെ കഥയൊക്കെ ഞാൻ അങ്ങയോട് പറഞ്ഞു. മയാ യഥാൻ ഊക്തം, പറയപ്പെട്ടു. യഥാ ഹിരണ്യാക്ഷ ഉദാരവിക്രമോ മഹാമൃതേ കീടനവൻ നിരാകൃത. അവതാരത്തെ എടുത്തതായിട്ടുള്ള ഭഗവാന്റെ ഏത് അവതാര ശ്രേഷ്ഠമല്ലാത്തത്? എല്ലാം ഒന്നിനൊന്ന് അത്ഭുതവും ഭക്തിവർ നിർഭരവും ആണ്. ഏത് അവതാരത്തെ സ്മരിക്കുന്നുവോ, അവതാരത്തെക്കുറിച്ച് പറയുന്നുവോ, അവന് മുക്തിക്കരതലേ സ്ഥിത. കയ്യിലാത്രേ മുക്തി. എവിടേക്കും പോകണ്ട, അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. കാശിക്കോ ഗയക്കോ ഒന്നും ആവശ്യമില്ല. എന്തൊരു എളുപ്പമാണ് നോക്കൂ. ഇരുന്നോടത്തിരുന്നിട്ട് നമുക്ക് ഈശ്വരനെ നേടാം. എന്തിനു യാത്ര? ഭഗവാന്റെ കഥ പറയുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ലാത്തവർക്ക് വേറെ വിഷയമാണ്. അപ്പോൾ അവിടെയാണ്, എവിടെ ഈ കഥ പറയുന്നുണ്ടോ അത് നാവുകൊണ്ട് പറയാൻ അങ്ങനെ തരാമോ? ആര് കേട്ടോ കേട്ടില്ല, വിഷയമല്ല. നമുക്കതൊക്കെ ഒരു ജീവിത സാഫല്യമായിട്ട് എടുത്ത് പറയുന്നവർക്ക് മുക്തിക്ക് എവിടെയും പോകണ്ട. ആണ് ഭഗവാന്റെ കഥയുടെ പ്രത്യേകത. അപ്പോൾ അവതാര സ്വരൂപത്തെ എടുത്ത ഭഗവാന്റെ ഇത്തരം കഥകൾ നാമം ചെല്ലണ പോലെ ഇങ്ങനെ പറയുക. നാമം ചെല്ലുമ്പോൾ ആരെങ്കിലും കേൾക്കണമെന്നുണ്ടോ? ആരും കേൾക്കണമെന്നില്ല. എന്ന പോലെ ഇത് കേൾക്കലൊന്നുമല്ല. സത്യത്തിൽ കേട്ടോട്ടെ, ആളുണ്ടോ ആളില്ലേ, ഇതൊന്നും ഒരു വക്താവിന് വിഷയമല്ല എന്നാണ്. അവിടെ ഉള്ള ശ്രോതാക്കൾക്ക് മറ്റു ശ്രോതാക്കളുണ്ടോ എന്ന് നോക്കരുത് എന്നുണ്ട്. പിന്നാക്കം തിരിഞ്ഞോ സൈഡിലേക്ക് നോക്കി എത്ര ആളുണ്ടെന്ന് നോക്കിയാൽ കഴിഞ്ഞു, അത്രേ കഥ. പിന്നെ കേട്ടിട്ട് കാര്യമില്ല. അത് കണക്കെടുക്കാനാണോ അവിടെ വന്നിരിക്കുന്നത്? പാടില്ല എന്നുണ്ട്. കാരണം ഉപനിഷത്തിലൊക്കെ അങ്ങനെയാണ്, പറയണ ആളും കേൾക്കണ ആളും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒക്കെ ദിവചനത്തിലാണ്. വക്താവ് ഒരാളുണ്ട്, ശ്രോതാവ് ഒരാളുണ്ടെന്ന് വിചാരിച്ച് കേൾക്കണം. ആൾ കൂടുതലുണ്ടോ കൂടുതലില്ലേ, ഇതൊന്നും ഈ കേൾക്കുന്നവർക്ക് ബാധകമല്ല. ആ പറയണ ആൾക്കും ബാധകമാവരുത്. അത് പറയുന്നത് തന്നെ ഒരു സുഖമാണ്. യഥാ ഹിരണ്യാക്ഷ ഉദാരവിക്രമോ മകാമൃതേ കീടനവൻ നിരാകൃത. ശരകഥകൾ നമുക്ക് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് ഈ ലോകത്തിൽ ഒരു സുഹൃത്തിനോ ഡോക്ടർക്കോ സൈക്കോളജിസ്റ്റിനോ അമ്മയ്ക്കോ അച്ഛനോ ബന്ധുക്കൾക്കോ തരാൻ കഴിയില്ല. ഉറപ്പ്. ഒരാൾക്കും തരാൻ കഴിയില്ല. ചില ദിവസമൊക്കെ നമുക്കിപ്പോൾ ഇതൊക്കെ പറയണ്ടേന്നൊക്കെ അങ്ങനെ തോന്നും. ദിവസം ചെയ്യുമ്പോഴേ അതിലേക്ക് ഇരിക്കണ വരെയുള്ളൂ അതൊക്കെ. ഈ ഇരുന്ന് തുടങ്ങിയാൽ സർവ്വ ഹാങ്ങിങ്ങും പോയി. എവിടേക്കാണ് പോകണമെന്ന് നിശ്ചയില്ല. മടിയാവും. ചില ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും. മനുഷ്യരല്ലേ, എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കുമോ? പക്ഷേ ഇതിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതൊക്കെ എവിടേക്കാണ് പോകണമെന്ന് നിശ്ചയില്ല. അത് ഭഗവാന്റെ കഥയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. സൂത ഉവാച ഇതി കൗഷാരവാക്യാതാം ആശ്രിത്യ ഭഗവത് കഥാംശത്താനന്ദം വരൻ ലേപേ മഹാഭാഗവതോദിച്ച. മഹാഭാഗവതനായിരിക്കുന്ന ആ വിതുരൻ ആനന്ദത്തെ നേടി. ഹേ ശൗനക. അപ്പം ശൗനകാന്, സൂതനാണ് ശൗനകാദികളൊക്കെ അവസാനമായിട്ടിത് പറയണത്. ബാക്കിയൊക്കെ കീഴ്ക്കട പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ശൗനകാദികളെ എന്ന് വിളിച്ച് സൂതൻ പറയുകയാണ്. പ്രകാരം മൈത്രേയ മഹർഷി വിതുരന് പറഞ്ഞു കൊടുത്തു. മഹാഭാഗവതക്ഷത്ത ഭക്തനായിട്ടുള്ള വിതുരര് പരമാനന്ദത്തെ പ്രാപിച്ചു. എല്ലാ ദുഃഖത്തിനും അവധി കൊടുത്തു. ഈശ്വരകഥയാണ് കേട്ടുള്ള ഗുണമെന്താ? മനസ്സാട് ശുദ്ധാവും. അന്യേഷാം പുണ്യശ്ലോകാനാം ഉദ്ദാമേശതാന്തതാം ഉപസൃത്യ ഭവേന്മോദ ശ്രീവത്സാംഗസ്യ കിംപുന. പുണ്യമായിരിക്കുന്ന നാമം ധരിച്ചവരും അധികം കീർത്തിക്കപ്പെടുന്നവരുമായ സജ്ജനങ്ങളുടെ കഥ കേട്ടിട്ട്
എല്ലാവർക്കും ഈ സന്തോഷം തന്നെയാണ് ഉണ്ടാവുക. ഭക്തവത്സനായിരിക്കുന്ന ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ഒരുമാതിരി ആൾക്കാർക്കൊക്കെ ആനന്ദം വരാതിരിക്കുമോ? അത്രയ്ക്ക് പാപികളാവണം അതിൽ താല്പര്യം കണ്ടെത്താത്തവർ മാത്രം കേൾക്കണമെന്നുണ്ടാവില്ല. ബാക്കി എല്ലാവർക്കും ഇപ്പം രാമായണം എത്ര പ്രാവശ്യം കേട്ടു നമ്മൾ. ഇപ്പോഴും കർക്കിടകം വരുമ്പോൾ ആ ശ്രീരാമ രാമ രാമ എന്നിങ്ങോട്ട് കേൾക്കുമ്പോൾ അതേ പുതുമ, ഭാഗവതം അണച്ച ഭാഗവതം അതേ പുതുമ രണ്ടാമത് കേൾക്കുമ്പോൾ ഉണ്ടാവണു ഇല്ലേ? ഇത് ഏതെങ്കിലും കഥയ്ക്കുണ്ടോ? നമ്മുടെ കഥ രണ്ടാമത് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അത് എത്ര പ്രാവശ്യമായി പറയണു? ഈ വേറൊന്നും പറയാല്ലേ, ഇത് കേട്ടിട്ട് വല്ലാതെ മതിയായി കേട്ടോ പറയില്ലേ? പക്ഷെ രാമായണം കേൾക്കുമ്പോൾ ഒരുവിധം ആരും അങ്ങനെ പറയില്ല. അത്ര പാപികൾ പറയട്ടോ, ഇതെന്താ ഇപ്പം അത്ര കേൾക്കാനുള്ളത്. ബാക്കി ഒരു ലേശാംശം പുണ്യമുള്ളവർ അത് കേട്ട അവിടെ ഇരിക്കും. അത് ഭഗവാന്റെ കഥയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അന്വേഷാം പുണ്യശ്ലോകാനാം. പിതൃനോ മൈത്രേനോ അല്ലാത്ത ഏതൊരാളായാലും അന്യന്മാർക്കും ഏതൊരാൾക്കും ഇത് കേട്ടാൽ ആനന്ദം തന്നെയാണ് ഫലം. യോഗജേന്ദ്രൻ ചക്രത്തന്ധ്യായന്തം ചരണാംബുജംഗ്രോശന്തീനാം കരേണൂനാം കൃച്ഛതോ മോചയത്രിതം. ഗജേന്ദ്രമോക്ഷത്തെ ഒന്ന് അനുസ്മരിച്ചു. ഇവിടെ അത് ഗജേന്ദ്രമോക്ഷം വരേണ്ട ഒരു സമയമൊന്നുമല്ല, എന്നാലും ഇത് അങ്ങനെ ഇതൊക്കെ കീഴ്ക്കട കഴിഞ്ഞതാണ്. എല്ലാം കീഴ്ക്കട കഴിഞ്ഞ കഥയാണല്ലോ. അപ്പോൾ ഒന്ന് പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് ഗജേന്ദ്രമോക്ഷവും. തലയാൽ പിടിക്കപ്പെട്ട ആന ഭഗവാനോട് എത്തിയില്ല, ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഭഗവാൻ അവിടെ ഇടപെട്ടില്ലേ? തം സുഖാരാത്യം ഋഷിവർ അനന്യശരണർ നൃഭേ കൃതജ്ഞ കോനു സേവേത ദുരാരാത്യമസ. അതൊക്കെ എന്താ പറയുക, ഭഗവാന്റെ കഥ മാത്രം പറയില്ല. കഥ എന്തിനാ പറഞ്ഞത്, അത് കേട്ടാലുള്ള ഗുണം എന്താണ് ഇതൊക്കെ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പിട്ടും കടലിയും പോലെ ഭാഗവതത്തിൽ പറഞ്ഞു വയ്ക്കും. ഇവിടെ പറയണ ദുരാരാധ്യം, ഈ ഈശ്വരസേവ എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ആരും വിചാരിക്കേണ്ട ഈശ്വരനെ സേവിച്ച് സ്വാധീനമാക്കുക എന്ന് പറയുന്നത് കാര്യമുണ്ടല്ലോ. എത്ര ആൾക്കാർ ഈശ്വരനെ സേവിച്ചിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നേടിയിട്ടുണ്ട്. വളരെ വിരലെമ്പിലുണ്ടാവുന്നവരെ നമുക്കങ്ങനെ കിട്ടുള്ളൂ ഉത്തരം. എന്നാൽ ഈ സാധാരണക്കാർക്ക് ഈശ്വരനിലെത്താൻ മാർഗം വേണ്ടേ? ധ്യാനം, മെഡിറ്റേഷൻ, സിദ്ധി ഇതൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. അത് ഈശ്വരകാര്യം, കഥകൾ കേൾക്കുക, നാമം ജപിക്കുക, എങ്ങനെയൊക്കെ നമുക്ക് നല്ലത്. വല്ലാതെ കഠിനമായിട്ടുള്ള പൂജാമന്ത്രങ്ങൾ, തീർത്ഥയാത്ര ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് തീർത്ഥയാത്ര പറ്റുമോ? അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ പോയി കാണണം എന്ന് പറഞ്ഞത്. അത് ആവശ്യമില്ല, ഒന്നും വലിയ നിർബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല. തീർത്ഥസ്നാനാദികൾ കൊണ്ടും ഒന്നുകൊണ്ടും കണ്ടുകിട്ടുകയില്ല എന്നെ. ശബരിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ, ഈ ഓടിയിട്ടൊന്നും എന്നെ കിട്ടില്ല ശബരി, വെറുതെ ഇതൊക്കെ ഭ്രമാണ്. മനസ്സ് എന്നിലെത്താൻ എൻ്റെ നാമം ജപിക്കുന്നതിൽ, കഥകൾ കേൾക്കുന്നതിൽ താല്പര്യം ഉണ്ടാവണം. അപ്പം സുഖാരാധ്യം ഋജിവർ അനന്യശരണേർ ഋഭി കൃതജ്ഞക്കോനു സേവേത ദുരാരാധ്യം അസാധുപി എന്നാണ് അവിടെ പറഞ്ഞത്. ഏതൊരാൾക്ക് ഭഗവാനെ കിട്ടില്ല, ദുഷ്ടന്മാർക്കും പാപികൾക്ക് പ്രയാസമുള്ള ആരാധന. നിർജ്ജനങ്ങൾക്കോ വളരെ എളുപ്പമാണ്. കാരണം അവരുടെ മനസ്സതിലാണ്ട് അലിയും. യോ വൈ ഹിരണ്യാക്ഷപഥം മഹാത്ഭുതം വിക്രീഡിതം കാരണസൂകരാത്മനാശിണോതി ഗായത്യനുമോദതിഞ്ചസ വിമുച്ചതേ ബ്രഹ്മവതാദവിത്തിജ. ഇവിടെ പറഞ്ഞു എല്ലാ പാപങ്ങളും ഇത്തരം കഥകൾ കേട്ടാൽ ഇല്ലാണ്ടാവും. ഹിരണ്യാക്ഷപഥം അത്ഭുതമായിട്ടുള്ള കഥ. കാരണസൂകരാത്മന വരാഹസ്വരൂപം സ്വീകരിച്ച ഭഗവാനാൽ ചെയ്യപ്പെട്ട വരാഹ ഹിരണ്യാക്ഷപഥം ശൃണോതി ഗായതി. ആര് പറയുന്നുവോ ആര് കേൾക്കുന്നുവോ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്നും കൂടി അവർ മോചിപ്പിക്കപ്പെടും. ഏതൻ മഹാപുണ്യമലം പവിത്രം ധന്യം യശസ്യം. എത്രയാ പറയണം, പിന്നെയും പറഞ്ഞ് മതിയാവണില്ല. സൂതന് ധന്യം യശസ്യം പരമായുരാശിഷം. ആയുസ് വർദ്ധിപ്പിക്കുക, മനസ്സ് നേരെയാ മതി. ശരീരം രോഗവിമുക്താവും, ശരീരം രോഗവിമുക്തായ ആയുസ് കൂടും. ശരിയാണല്ലോ. ധന്യം യശസ്യം പദമായുരാശിഷം. അവൻ്റെ കീർത്തി വർദ്ധിക്കണു. പ്രാണേന്ദ്രിയാണാം ദിശൗര്യവർദ്ധനം. മുക്തി കിട്ടുന്നു മാത്രമാണോ? അങ്ങനെയില്ല. നമ്മൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നുവോ ആ രംഗത്ത് പുരോഗതി ഉണ്ടാവും കേട്ടോ.
കൃഷിക്കാർക്കും വ്യവസായക്കാർക്കും ബിസിനസ്സുകാർക്കും ജോലി ചെയ്യുന്നിടത്ത് പ്രശ്നമുണ്ടെങ്കിൽ അത് തീരാനും അതിനൊക്കെ ഈ കഥ സഹായിക്കും. ഹിമാലയത്തിൽ പോയിട്ട് മോക്ഷം കിട്ടുന്നവർക്ക് മാത്രമല്ല ഈ കഥ. അതാണ് പ്രാണേന്ദ്രിയാണാം, പ്രാണങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ശൗര്യം വർദ്ധിക്കുന്നു, ക്ഷത്രിയന് ബാഹുബലം ഉണ്ടാവണു, വൈശ്യന് ധനം ഉണ്ടാവണു, മുമുക്ഷുവിന് മോക്ഷം കിട്ടണു. അത്രയേ ഉള്ളൂ. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവനും ശ്രേയസ് ഉണ്ടാവും. അവർക്കൊക്കെ വേണം ഈശ്വരാനുഗ്രഹം, വേണ്ടേ? അത് പറഞ്ഞു എന്ന് മാത്രം. നാരായണോന്തേകതിരംഗ ശൃണ്വതാം, അവസാനം മുക്തി ലഭിക്കുകയും ചെയ്യുമെന്നും പറഞ്ഞ് ഹിരണ്യാക്ഷവധം കഥ അവസാനിച്ചിരിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മന പ്രപാരായണം. അടുത്ത അഭ്യാസത്തിൽ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മന വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.